കേരള ഗവർണറായി ഇതിനു മുമ്പും നിരവധി പേർ വന്നിട്ടുണ്ട്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇപ്പോഴത്തെ ഗവർണറെ കേരള നാട്ടിലെ ജനങ്ങൾ ആരും മറക്കില്ല. കാരണം അത്രമേൽ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമായിട്ടുണ്ട് കേരള ഗവർണർ. കൊച്ചുകുട്ടികളോട് വരെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള മീഡിയ അറ്റൻഷനും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. RSS അജണ്ടയുടെ ഭാഗമായി കേരള ഗവർണറായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ തുടക്കം മുതൽ തന്നെ കേരള സർക്കാരിനെയും കേരള മുഖ്യമന്ത്രിയെയും ഒക്കെ സമ്മർദ്ദത്തിലേക്ക് ആക്കുന്ന തരത്തിലേക്കുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വിഷയം SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ അദ്ദേഹം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നെന്ന് മാധ്യമങ്ങളെ കണ്ട് ശക്തമായി പ്രതികരിച്ചതാണ്. അതിൽ പോലും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുന്നു. അദ്ദേഹം SFI പ്രവർത്തകരെ ക്രിമിനൽസ് എന്നും ഗുണ്ടകളെന്നും ഈ ഗുണ്ടകൾക്ക് ഒത്താശ നൽകുന്നത് അവർക്ക് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നത് അടക്കം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കിടയിൽ ഒരു മാസ് എൻട്രിക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങൾ അത്രയും നടത്തുന്നു. അവിടെ വരെ വേണമെങ്കിൽ ഗവർണറെ നമുക്ക് അനുകൂലിക്കാം. കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നു, എന്നെ തല്ലിയാൽ പ്രശ്നമില്ല, പക്ഷെ സർക്കാർ മുതലായിട്ടുള്ള ഗവർണറുടെ വാഹനത്തിന്റെ ചില്ല് തല്ലി തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ നിമിഷം വരെ വേണമെങ്കിൽ ഗവർണറോടൊപ്പം നമുക്ക് നിൽക്കാം, വേണമെങ്കിൽ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ജനാധിപത്യപരമായി ഗവർണർക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് SFI പ്രവർത്തകർ തങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ ബാനറുകൾ ഉയർത്തിക്കെട്ടുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും കേരള മണ്ണിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ എല്ലാം എല്ലാ പാർട്ടി പ്രവർത്തകരും അണികളും നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നു. പകൽ വെളിച്ചത്തിൽ കണ്ട ബാനറുകളെല്ലാം ഒഴിവാക്കണമെന്ന് വളരെ രോക്ഷത്തോടുകൂടി വൈസ് ചാൻസലറെ വിളിച്ച് ആ കാര്യങ്ങൾ അറിയിക്കുന്നു. ബാനറുകൾ നിർബന്ധമായി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ബാനറുകൾ നീക്കം ചെയ്യുന്നു. ഉടനെ തന്നെ അന്ന് രാത്രിയിൽ തന്നെ SFI പ്രവർത്തകർ അടുത്ത ബാനറുകൾ വലിച്ചു കെട്ടുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഗവർണറുടെ അടുത്ത നയം, തനിക്ക് യാതൊരു പോലീസ് പ്രൊട്ടക്ഷനും വേണ്ട, താൻ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പോവുകയാണ്, അവരുമായി സംവദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മിഠായി തെരുവ് പോലെ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജനത്തിരക്കുള്ള ഒരിടത്തിലേക്ക് ഒരു പ്രഹസനം എന്ന പോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവരെ ആശ്ലേഷിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു, ഓരോ കടകളിൽ ചെന്നു കയറുന്നു. പോലീസിന്റെയോ അംഗരക്ഷകരുടെയോ ഒന്നും സഹായം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബ്ലൂ ബുക്കിന്റെ മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജനത്തിരക്കുള്ള ഒരിടത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. The only thing I can say is that I came to the busiest bazaar, busiest market of Calicut. I am overwhelmed. I do not know how to express my gratitude for the love and affection which people of Kerala show towards me. I thank them with the bottom of my heart. That is all. അവിടം കൊണ്ടും നിർത്തുന്നില്ല കേരള ഗവർണർ. അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു, തന്നെ സ്വയം പുകഴ്ത്തുന്നു. കിട്ടുന്ന ഇടങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തിനെയും SFIയെയും DYFയെയും ഒക്കെ വളരെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നു. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ ജനം കാണുന്നു. അവിടെ മുതൽ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഇതൊരു പ്രഹസനമാണെന്ന ബോധ്യമുണ്ടാകുന്നു. കാണുന്നവർക്കെല്ലാം ഇതൊരു ഷോ ആണോ എന്ന തരത്തിലേക്കുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ഇത് വളരെ അരോചകമായി തോന്നുന്നു. അതുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നതെന്ന്. ഉടനടി ഗവർണർ മറുപടി പറയുന്നു, ഗെറ്റ് ലോസ്റ്റ് എന്ന്. തനിക്ക് വേണ്ട രീതിയിലുള്ള കവറേജ് കൊടുത്തിരുന്ന സമയങ്ങളിലെല്ലാം വളരെ സ്നേഹത്തോടെ വളരെ കരുണയോടുകൂടി സംസാരിച്ചിരുന്ന ഗവർണർ എന്തിനാണ് നിങ്ങൾ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്നത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയർന്നപ്പോഴേക്കും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നു, അവർക്കെതിരെ ആക്രോശിക്കുന്നു. അദ്ദേഹം ഗെറ്റ് ലോസ് എന്ന് എടുത്തടിച്ചതുപോലെ മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹം സെമിനാറിൽ പങ്കെടുക്കുന്നു. സെമിനാറിൽ പങ്കെടുത്ത് ഇറങ്ങിയ ഉടൻ, അതായത് 7 മണിക്ക് എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്ന ഗവർണർ SFIയുടെ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് ഉടനടി അവിടെ നിന്നും എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ അധ്യക്ഷനായിരിക്കേണ്ട വൈസ് ചാൻസലർ പോലും കൃത്യമായി പ്രതികരിക്കുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ അധ്യക്ഷനായി പങ്കെടുത്തില്ല. അങ്ങനെ ആദ്യഘട്ടങ്ങളിൽ ഗവർണർ തന്റെ ഇടങ്ങളിൽ സ്കോർ ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതൊരു അരോചകമായി ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും തോന്നുന്നു. അവർ കൃത്യമായി തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും ഒരുപക്ഷെ ഗവർണർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവാം. 7 മണിക്ക് എയർപോർട്ടിലേക്ക് പോകാനിരുന്ന ഗവർണർ ഉടനടി അവിടെ നിന്നും തിരിക്കുന്നു. ഇനി
എന്താണ് ഗവർണർ അടുത്തതായി ചെയ്യാൻ പോകുന്നത്, അടുത്ത ഗവർണറുടെ നടപടികൾ, രീതികൾ, സ്വഭാവ രീതികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയും അറിയേണ്ടതായുണ്ട്.